ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്നെപ്പോലെ ഒരാൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷനാണ്, നടക്കത്തില്ല. പക്ഷേങ്കിൽ ഇവിടെ അടിക്കുന്ന ഒത്തിരി പേര്, ഇപ്പോൾ ഗോപു ഒക്കെ ആണെങ്കിലും ഇന്ത്യയിൽ ചെന്നിട്ട് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യും. നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, നമുക്കൊരു ടെൻഷനാണ്, പറ്റത്തില്ല. നമ്മളൊന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും മീൻസ് ഒരു എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് കൈ വഴങ്ങത്തില്ല കേട്ടോ. നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് അങ്ങനെ, നമ്മളെപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടായിരിക്കുമല്ലോ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹമ്മർ EVയുടെ ഒരു റിവ്യൂ. അത് റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ. ഹമ്മറിനെ പറ്റി പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രാബ് വാക്കാണ്. ക്രാബ് വാക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് ക്രാബ് വാക്ക് മോഡിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ 4 വീലും ഒരേ ഡയറക്ഷനിലാണ് ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ വെഹിക്കിള് ഡയഗണലി ഒരു ലോ സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതൊരു ടൈറ്റ് ട്രെയിൽസ് അല്ലെ ഒബ്സ്റ്റക്കിൾസിൻ്റെ ചുറ്റുമൊക്കെ പോകുമ്പം അത് ഒത്തിരി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹൈറ്റ് റൈഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് നമ്മുടെ കംഫർട്ടും എഫിഷ്യൻസി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഭയങ്കര ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണിത്. നല്ല ലെഗ് സ്പേസ് ഉണ്ട് പുറയിലും, അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസും ബാക്കി മറ്റേ എല്ലാ വലിയ വണ്ടികളിലും ഉള്ള പോലെ തന്നെയുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. ഞാൻ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ഫ്രണ്ട് കാണിക്കുന്ന ക്യാമറ, അടിഭാഗം അങ്ങനെയുണ്ട്. പിന്നെ ടോയിങ്ങിന് വേണ്ടി നമുക്ക് ബാക്ക് ടോയിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്യാമറ ഉണ്ട്. പിന്നെ സൈഡ് രണ്ട് സൈഡ് ഇതിലുണ്ടോ, 2 സൈഡും വലത് സൈഡും ഇടത് സൈഡും കാണിക്കും. പിന്നെ ഇത് ബാക്ക്, ഇത് അടിഭാഗം സൈഡ് 2 മുകളിൽ നിന്ന് ഇവിടെ നിന്നുള്ള ക്യാമറ. പിന്നെ സാധാരണ ഇങ്ങനെ ക്യാമറ. അത് നമ്മൾ വണ്ടി മിററിൽ നിങ്ങൾ ക്യാമറ വെച്ചതാണോ? അങ്ങനെ വരുന്നത്. അപ്പൊ അതിന്റെ അത് കണ്ടില്ല, ബാക്കിൽ ടയർ കണ്ടോ, നമുക്ക് അങ്ങനെ ഇതുണ്ട്. ഇപ്പൊ നോക്കിച്ചോ, ഇതുണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബാക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, ബാക്ക് കാണാൻ പറ്റുന്നില്ല, മിററാ. കാരണം അവിടെ ഒരു ഇതില്ലേ, ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന് ക്യാമറ ഇവിടെ വെച്ചേക്കാണ്. ഗ്ലാസ്സിൽ തന്നെ അതിന്റെ ബാക്കിലത്തെ ക്യാമറ വെച്ചിട്ടാണ് ഇത് കാണുന്നത്. വണ്ടിയുടെ 2 സൈഡിൽ ഇത് മുകളിൽ നിന്ന് ഫ്രണ്ട്, മുകളിൽ നിന്ന് ബാക്ക്. നമുക്ക് എന്തെങ്കിലും നോക്കണമെങ്കിൽ ഇതുണ്ടോ ഫോർ ബാക്ക് സൈഡ്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്.
ഇതടി അങ്ങനെ ഓക്കെ. രണ്ട് ബാക്ക്. ഇത് ടോയിങ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുണ്ട് ഈ സാധനം കണ്ടോ ഒരു ലൈൻ വരുന്നുണ്ടോ. നമ്മൾ ഈ വണ്ടി ബാക്കിലോട്ട് ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും സാധനം കൊണ്ടും ബാക്കിൽ കൊണ്ടിങ്ങനെ നിർത്തണമെങ്കിൽ ആ ലൈൻ അവിടെ വരുന്നതാണ്. നമുക്ക് ഇത് ചെയ്യട്ടെ നമ്മുടെ കാരവാനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്കിൽ ഇടണമെങ്കിൽ ഇതുണ്ട്. രണ്ട് സൈഡിൽ വരയുടെ നടക്കാൻ നിർത്തിയിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ. ഇപ്പുറത്തെ സൈഡിലെ വര ഇവിടെ, ഈ സൈഡിലെ വര. അപ്പോൾ നമ്മളിങ്ങോട്ട് തിരിക്കുകയാണ് കണ്ടത്. ഈ സൈഡിലെ വര മുട്ടുന്നത് നോക്കണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. ഉണ്ടോ ഇത് വര ടയർ മുട്ടിയാണ്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്ന സ്ക്രീനിൻ്റെ അത് ഗോവുവിനെ കൊണ്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അത്രയും ശരിയാവത്തില്ല. ഗോവു എക്സ്പ്ലെയിൻ ചെയ്തു എത്ര ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ജസ്റ്റ് ഒരു ട്രൈ ആണ് കേട്ടോ. സെൻട്രൽ കൺസോൾ ഉണ്ടോ ബാക്കിലിങ്ങനെ രണ്ട് സീറ്റ്. പിന്നെ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റം അത് ഇതൊക്കെ അല്ലേ എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഈ സാധനം എടുത്ത് അഴിച്ചു മാറ്റാം. ഇത് കണ്ടോ ഒരെണ്ണം ജസ്റ്റ് അഴിച്ചു വലിയ കാണിക്കുന്നത് വളരെ സിമ്പിളാ. ഇങ്ങനെ ഇതെടുക്കുക, ഇത് അഴിച്ചിട്ട് അത് അഴിച്ചിട്ട് ഇത് അഴിച്ചു വിടുക. ഇത് അഴിച്ചു കഴിഞ്ഞാൽ അതേ വണ്ടി വരും. ഇതില്ലാതെ ഏതെല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഈ കൺവേർട്ടിബിൾ പോലെ. ഓക്കെ. അങ്ങനെ 4 എണ്ണം അഴിച്ചു മാറ്റാം. ഓടിക്കാൻ നോക്കുക. വേണ്ട 4 എണ്ണം അഴിച്ചു മാറ്റാം അല്ലേ? അങ്ങനെ അഴിച്ചു മാറ്റി വെക്കുന്ന എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല തിരിച്ചു വെക്കാൻ എളുപ്പമാണ്. ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇടുന്നേ ഉള്ളൂ അല്ലേ? ഓ അത്ര. അങ്ങനെ 4 എണ്ണം അഴിക്കാം. പിന്നെ അത് വെക്കുന്ന എവിടെയാ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ വേണേ അഴിക്കാൻ വേണമെങ്കിൽ. ഇതിന്റെ എഞ്ചിൻ കാണണ്ടേ? അതാണ്. ഒന്നും ഇല്ലാതെ കാണണ്ടത്. ഇവിടെ ഒന്നും ഇല്ല. എഞ്ചിനിൽ സ്ഥലത്താണ് നമ്മൾ ഈ മറ്റേ 4 സാധനല്ലേ ഇത്. ഇത് ഒരു മിനിറ്റ്. ഇത് പ്ലെയിൻ ആണ്. ഇത് എന്തിന്റെ കവറാണ്? അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പം എടുത്ത് മാറ്റില്ലേ സാധനം വെക്കാം. എഞ്ചിനില്ലാത്ത വണ്ടിയാണല്ലോ അല്ലേ? ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ച് കാണിക്കണം. വേണ്ട വേണ്ട വേണ്ട, നീ അതൊന്ന് ജസ്റ്റ് ഈ സാധനം നമുക്ക് പോകുന്ന വഴിക്ക് ഇപ്പം നമുക്ക് ഇതാവണമെങ്കിൽ ഇതെല്ലാം എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ, ആ കവറുണ്ടല്ലോ, കവറിടണം. കവറിട്ടിട്ട് 4 സാധനം 4 അങ്ങനെ വെക്കുക. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടാ തുറന്ന വണ്ടി ഫുൾ എടുത്തിട്ട്. അപ്പം അങ്ങനെ വേണ്ട 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 വേണ്ട, പിന്നെ ഊരിയ പിന്നെ ഭയങ്കര വേണം. 4 ഇല്ലടാ, ഈ അപ്പുറത്തേം കൂടെ എന്നാ 100. അതിന്റെ ഒരെണ്ണത്തിന് പുറത്ത് വെച്ചിട്ട് അടുത്തത് വെക്കാം. മഴ പെയ്തതിൻ്റെ എടുക്കും. ബാക്കിലെ 2 ഊരാം.
കൊണ്ട് വർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. ഇതിനകത്ത് പറഞ്ഞ വണ്ടിക്ക് 4 ടൺ ഉള്ളതിൽ 1 ടൺ ബാറ്ററി. വണ്ടിയുടെ വെയിറ്റ് 4 ടൺ ആണെങ്കിൽ 1 ടൺ ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് ഇത്രയും അവൻ പറഞ്ഞ ബൈജു പറഞ്ഞ ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി, 4 ടൺ വെയിറ്റ് ഉള്ള വണ്ടി 3 സെക്കൻഡ് അത് 100 കിലോമീറ്റർ സ്പീഡിൽ എത്തും. അപ്പൊ അതുകൊണ്ട് അത്രയും പവറുള്ള ബാറ്ററി. ഇതിപ്പോ നമ്മളിപ്പോ ഈ ബാക്കിലത്തെ ഈ ഒരു ലെയർ മൊത്തം ബാറ്ററി ഇങ്ങനെ നിരത്തി വെച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒരു എനിക്ക് ക്യൂരിയസ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ക്രൂസ് മോഡൽ ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.